എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു കാൻഡിഡേറ്റ്സ് റാങ്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് ആ ഒരു സ്കൂളിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട്, അതായത് 12 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടില്ല. അതായത് 12 മണിക്ക് ശേഷം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എത്തിയാലും അഡ്മിഷൻ കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കുറച്ച് നേരത്തെ ഈ ഒരു സ്കൂളിലേക്ക് പോവേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഏത് സ്കൂളിലാണോ ചാൻസ് കൂടുതൽ ആ ഒരു സ്കൂളിൽ നിങ്ങൾ പോവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു വിദ്യാർത്ഥിക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് കൂടുതൽ പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് കൊടുത്തത്. ഇവിടെ റാങ്ക് 3 ആണ്. അപ്പോൾ അവിടെയുള്ള സീറ്റ് വേക്കൻസി 2 ആണ്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു 2 വിദ്യാർത്ഥികൾ അവിടെ വേറെ വന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ അടുത്ത ഓപ്ഷൻ നോക്കാം. ഇവിടെ 4 ആണ് റാങ്ക്, ഇവിടെ വേക്കൻസി 1 ആണ്. അപ്പോൾ അവിടെ ചാൻസ് കുറവാണ്. ഇനി അടുത്തതായിട്ടുള്ളത് അടുത്തൊരു സ്കൂളാണ്. ഇവിടെ 3 ആണ് റാങ്ക്, എന്നാൽ 11 സീറ്റ് വേക്കൻസി ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് ഹ്യൂമാനിറ്റീസ് കോഴ്സാണ്, ഇത് ബയോളജി സയൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ 6 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബിസിനസ് സ്റ്റഡീസിൽ ആണെങ്കിൽ 2 റാങ്ക്, അവിടെ 4 സീറ്റ് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു 3 സ്കൂളുകളിൽ എവിടെ പോയി കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഈ ഒരു വേക്കൻസിയേക്കാൾ കുറവായിട്ടാണ് റാങ്ക് ഉള്ളത്. അതായത് റാങ്കിനേക്കാൾ കൂടുതൽ വേക്കൻസീസ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് നോക്കുന്ന സമയത്ത് ഇവിടെ വേക്കൻസി 2 ആണ്, എന്നാൽ നിങ്ങളുടെ റാങ്ക് ഒരു 10 20 ഒക്കെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ എല്ലാ റാങ്കും വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റാങ്ക് കുറവും അതുപോലെ അവിടെ സീറ്റ് വേക്കൻസിയും ഏകദേശം 2 3 മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾ അവിടെ പോവുക. കാരണം അഥവാ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ അവിടെ വന്നിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതി നിങ്ങൾ നിൽക്കേണ്ടതില്ല. കാരണം മുൻ വർഷങ്ങളിൽ പല വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ തന്നെ സീറ്റ് കിട്ടില്ല എന്ന് കരുതി ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകാതിരുന്നു. നോക്കുമ്പോൾ ആ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയും അന്നേ ദിവസം അഡ്മിഷൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്കൂളിൽ ഏകദേശം 2 സീറ്റായിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 80 ആയിരുന്നു. അപ്പോൾ 80 ആയിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി വിചാരിച്ചു അവിടെ അഡ്മിഷൻ കിട്ടില്ല എന്ന്. പക്ഷെങ്കിൽ അവിടെ ആ ഒരു സ്കൂൾ വിളിച്ചു ചോദിച്ചപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയും അഡ്മിഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു കോഴ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു എവിടെയും അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഇല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ കൂടി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സാധ്യത ഉണ്ടാകും. അതായത് ഏതെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികൾ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു വിദ്യാർത്ഥിയുടെ കാര്യം നോക്കുന്ന സമയത്ത് ഈ ഒരു 3 സ്കൂളിൽ പോയാൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു ബയോളജി സയൻസ് എടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. കാരണം ബയോളജി സയൻസ് ആണെങ്കിൽ +2 ശേഷം പിന്നീട് ഏതൊരു കോഴ്സും പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. അതേസമയം നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റാങ്ക് ഇല്ല, അതായത് ഈ ഒരു രീതിയിലാണുള്ളത്, അത് നിങ്ങളുടെ റാങ്ക് വേക്കൻസിയേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണോ ആ ഒരു സ്കൂളിൽ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അഥവാ ഏതെങ്കിലും കുട്ടികൾ വന്നിട്ടില്ല എങ്കിൽ, അതായത് ഏതെങ്കിലും കുട്ടികൾ ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ്, അതായത് 12 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ 12 മണിക്ക് മുമ്പായിട്ട്, അതായത് ഏകദേശം ഒരു 11:30 സ്കൂളിൽ എത്തിയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് അഡ്മിഷൻ നൽകുക. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ വരുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പേര് സ്കൂളിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്യും. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കി അതിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വേക്കൻസിക്ക് അനുസരിച്ച് അഡ്മിഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.